ഭഗവാനെ കൃഷ്ണ വീരപ്പ ഇതിന് ഒരു കാല് വെക്കുന്ന സ്ഥലമൊന്നും ഇല്ലല്ലോ. എങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നേ ചുറ്റും വെള്ളം. ഹലോ മക്കളെ, ഞാൻ ഈ മനുഷ്യന്റെ കൂടെ കൂട്ടിയിട്ട് 4 കൊല്ലം ആയിരിക്കുകയാണ് കേട്ടോ. എത്ര പെട്ടെന്നാ സമയം പോയത്. അങ്ങനൊക്കെ പറഞ്ഞാൽ ക്ലീശയായി പോവും, എങ്കിലും 4 കൊല്ലം പോയത് അറിഞ്ഞില്ല കേട്ടോ. അടിപൊളിയായിട്ടൊരു മാരീഡ് ലൈഫ് എന്തായാലും സ്മൂത്ത് ആയിട്ട് പോകുന്നതായിട്ടാ എനിക്ക് തോന്നിയത്. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്താ പരിപാടി എന്ന് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പം പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. എന്തായാലും വൈകിട്ടൊരു ഫുഡ് കഴിക്കാൻ പോകണം, ഒരു റിങ് എടുക്കണം എന്നൊക്കെയായിരുന്നു മനസ്സിലെ പ്ലാൻ. അപ്പൊ ഞാനതൊന്ന് മാറ്റി പിടിച്ചു. ഏട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താലോ, കുറെ നാളായില്ലേ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ട്. അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് മേക്കപ്പ് ഒന്നും അധികം ഇടണ്ട, ജസ്റ്റ് നമുക്ക് തന്നെ ഒരുങ്ങിയിട്ട് ഒരു ഫോട്ടോ എടുക്കൽ പരിപാടി അങ്ങ് നടത്താന്ന്. ഞാൻ എത്ര സെറ്റാക്കിയാലും എന്റെ മുടി സെറ്റാകാത്തത് കൊണ്ട് ഞാൻ ഞങ്ങളുടെ മൺട്രോത്തുരുത്ത് തന്നെയുള്ളൊരു പാർലറിൽ പോയി ഹെയർ ഒന്ന് സെറ്റാക്കാന്ന് കരുതി കേട്ടോ. അങ്ങനെ അടിപൊളിയൊരു ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് മേഘസന്ദേശ സിനിമയിലെ ക്ലൈമാക്സ് സീനിലെ പ്രേതത്തിന്റെ കോസ്റ്റ്യൂം ഓർമ്മയുണ്ടോ? അതുപോലാണ് തോന്നിയത്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. എന്താന്നറിയത്തില്ല, പണ്ട് തൊട്ടേ ഞാൻ ആരും എന്റെ മുടി തൊടാൻ സമ്മതിക്കത്തില്ല. നിറയെ കുരുക്കും ചെടയൊക്കെ ഉള്ളപ്പം അമ്മ മുടി ചീപ്പാനും കെട്ടാനും ഒക്കെ ഇരിക്കുമ്പോൾ പിടിച്ചു വലിക്കുന്നൊരു വേദന കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാനത് ആരും തൊടാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അമ്മമാര് സമ്മതിക്കത്തില്ലല്ലോ നമ്മളിത് ഒറ്റയ്ക്ക് നോക്കാൻ. അതുകൊണ്ട് അമ്മ പറയും പണ്ട് നല്ല മുടി ഉണ്ടായിരുന്നു, വളർന്നു വന്നപ്പോ അതെല്ലാം പോയെന്ന്. അല്ലെങ്കിൽ അത് ശരിയല്ലേ? നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ കരുതുന്നത് സൂപ്പറാണെന്ന്. പക്ഷെ നമ്മുടെ അമ്മമാരും അച്ഛനും ഒക്കെ നമ്മളെ കെയർ ചെയ്യുന്ന സമയത്തായിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടിരുന്നത് അല്ലേ? ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ കരുതും ഈ പെണ്ണ് പറയുന്നത് ചുമ്മാതാ, നല്ല മുടിയുണ്ടല്ലോന്ന്. ചുമ്മാതാ, പറപ്പിച്ചിടുമ്പോ ഒരുപാടുണ്ടെന്ന് തോന്നുന്നതാണ് കേട്ടോ. എങ്കിലും നമ്മുടെ ബ്ലോ ഡ്രൈ ഒക്കെ താണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അമ്മ പണ്ട് നോക്കിയതിന്റെ ഫലമാണെന്നേ ഞാൻ പറയത്തോളൂ. എന്റെ തലയിൽ ഇച്ചിരിയെങ്കിലും മുടി ഇപ്പൊ ഉണ്ട്.